ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഒന്നുകൂടെ മലബാർ ഗോൾഡിൽ പോകണമെന്നുള്ളത്. ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. കുഞ്ചൂസ് സ്കൂളിൽ പോയിരിക്കുകയാണ്. നമ്മൾ നട്ടുച്ച സമയത്താണ് ഇന്നും ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ടെററിസ്റ്റ് ലുക്കിൽ ഇറങ്ങിയത്. 2 വീലറിൽ പോകുന്ന മിക്കവാറും ലേഡീസും വെയിലുള്ള ടൈമിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ പുറത്ത് പോകാറുള്ളത്. നമ്മൾ ലാസ്റ്റ് ടൈം 2 കാര്യങ്ങൾക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും 2 കാര്യം നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് പോയ കാര്യം കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത് തീരുമാനിച്ച കാര്യമാണ് ആദ്യം ചെയ്യുന്നത്. വേറൊന്നും അല്ല, ചെവിയിൽ കുറച്ചധികം സ്ഥലം തന്നെ ബാക്കി കിടക്കുന്നതുകൊണ്ടും എനിക്ക് എല്ലിനിടയിൽ കുത്തൽ കുറച്ച് കൂടുതലായതുകൊണ്ടും ഒരു സ്റ്റഡ് കൂടെ കുത്താമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ടൈം ചെന്നപ്പോൾ ഇത് ചെയ്യുന്ന ആൾ ലീവായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. 3ാമത്തെ സ്റ്റഡ് ഞാൻ ഏറ്റവും മേലെയാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഗൺഷൂട്ട് ചെയ്ത ടൈമിൽ തന്നെ ഭയങ്കര വേദനയായിരുന്നു. അന്ന് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല, നീച്ചകൾ പാറി പറന്നു പോകുന്നുണ്ടായിരുന്നു. നമുക്കിത് ഗൺഷൂട്ട് ചെയ്ത് തന്നിട്ടുള്ള ആള് മലയാളിയാണ്. ഒരു നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ലാസ്റ്റ് ടൈം ചെയ്യാൻ പറ്റാതിരുന്നത്. അങ്ങനെ മലബാർ ഗോൾഡിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ മുമ്പ് പോയിട്ടുള്ള അവിടെയുള്ള KFCയിലേക്കാണ്. ഞാൻ ഈ ആലോചിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, എനിക്കും കുഞ്ചൂസിനും ഇന്ന് രാത്രി നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ചൂസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടിക്കറ്റ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല എന്ന് മാത്രമല്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ 29:30 എന്തോ ആണ് കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഒരു കസിൻ അവിടെ റെയിൽവേ പോലീസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എമർജൻസി കോട്ടയിൽ അത് വെയിറ്റിംഗ് ലിസ്റ്റ് 4ലേക്കും 5ലേക്കും മാറിയിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ആയാലും RICയിലേക്ക് മാറുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലേവേർഡ് റൈസ് വിത്ത് ചിക്കൻ പോപ്കോണും അതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഡബിൾ സൈഡ് ബർഗറുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ KFCയിൽ കയറിയിട്ട് റൈസ് ഐറ്റം ട്രൈ ചെയ്യുന്നത്. എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു റൈസിൽ കൂടുതലായിട്ട് നമ്മുടെ ക്ലോവ്സ് ഇല്ലേ, ഗ്രാമ്പൂ, അത് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളതായിട്ട് തോന്നി. എൻ്റെ കയ്യിലെ മെഹന്തി കണ്ടില്ലേ, നമ്മളെ നാട്ടിൽ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ 2 സൈഡിലുമായിട്ട്. വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഇന്നത്തെ വീഡിയോ